Hi, hello, welcome back to Ansy's YouTube channel. അപ്പം ഇന്നൊരു ഷോപ്പിങ്ങിന് പോവാട്ടോ. ഒരു ഉച്ച കഴിഞ്ഞുള്ള സമയമാണിത്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിലെ കുറച്ച് കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇടുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിൽ നിന്ന് പോയാലോ? ഇറങ്ങാം കേട്ടോ. ഇതാണ് നമ്മുടെ വീട്. അപ്പോൾ ഇതാണ് വീട് കേട്ടോ. നമ്മൾ വാടകയ്ക്കാണ് താമസിക്കുന്നത് ഇവിടെ. ഇവിടുന്ന് നമുക്ക് ഒരു 5 മിനിറ്റ് നടന്നാലും നമ്മുടെ മെയിൻ റോഡ് എത്തും. വളരെ സേഫാണ്, കുഴപ്പങ്ങളൊന്നുമില്ല. ഗേറ്റും ഗ്രില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കൊരു സിംഗിൾ വീടായിട്ട് തന്നെ കിട്ടി. വീട് അന്വേഷിക്കുന്ന ടൈമിൽ നമ്മൾ പോയി കണ്ട മിക്ക വീടുകളും താഴെ കൊണ്ട് താമസിക്കും, മേളിൽ നമ്മൾ താമസിക്കണം, അങ്ങനെയായിരുന്നു. പക്ഷേ അത് നമുക്ക് അത്ര താല്പര്യമില്ലായിരുന്നു. എനിക്കും അച്ഛനും അത്ര ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളൊരു സിംഗിൾ വീടിന് വേണ്ടി അന്വേഷിച്ചു. അപ്പോൾ അങ്ങനൊരു വീട് കിട്ടി. വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് കേട്ടോ നമുക്ക് വീട് അന്വേഷിച്ചതും വീട് കിട്ടിയതൊക്കെ. കാരണം അച്ഛൻ നേരത്തെ ഗുജറാത്തിലായിരുന്നു. ഗുജറാത്തിൽ നിന്ന് ട്രാൻസ്ഫർ കിട്ടി ചെന്നൈയിൽ എത്തിയിട്ട് 1 മാസമേ ആയിട്ടുള്ളായിരുന്നു. അപ്പോൾ ഇവിടെ ഫ്രണ്ട് സർക്കിളോ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, അന്വേഷിക്കാനും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം അച്ഛൻ തന്നെ ഡ്യൂട്ടിക്ക് പോയി. അത് കഴിഞ്ഞിട്ട് അന്വേഷിച്ച് കണ്ടുപിടിച്ച വീടാണ്. ഏരിയയെക്കുറിച്ച് അത്ര നന്നായിട്ട് അറിയത്തില്ല, പക്ഷേ എന്നാലും നല്ല ഏരിയ ആണ്. നമ്മൾ ഇത്ര ദിവസത്തെ ഒരു പരിചയം വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, ഇതുവരെ കുഴപ്പമൊന്നുമില്ല. എല്ലാം ദൈവത്തിൻ്റെ ഹിതം പോലെ സേഫായിട്ടൊക്കെ പോകുന്നു. പക്ഷേ നമ്മുടെ ഏരിയ ഇച്ചിരി വെള്ളം കയറുന്ന ഏരിയ ആണ് തോന്നുന്നു. കാരണം നമ്മൾ 2 ദിവസത്തെ മഴ പെയ്യായിരുന്നു. ആ മഴയത്ത് നമ്മുടെ സൈഡിൽ പറമ്പൊക്കെ ഉണ്ട്, അവിടെയൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ വെള്ളക്കെട്ട് പോലെ ഇങ്ങനെ കിടപ്പുണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, അല്ലാതെ ഈ ഒരു ഏരിയ സേഫാണ്. അപ്പോൾ ദാ ഇവിടെ ഒരു കിളി ഇരിക്കുന്നുണ്ടല്ലേ. ഇത് നമ്മൾ എപ്പോൾ നോക്കിയാലും പട്ടി കടന്നു പോയാലും പശു പോയാലും അതിനൊക്കെ ഇട്ട് കൊത്തുന്നുണ്ട് കേട്ടോ. പിന്നീടാണ് നമുക്ക് കാര്യം മനസ്സിലായത്. നമ്മൾ ടെറസിൻ്റെ മുകളിൽ കയറി നോക്കിയപ്പോഴാണ് മനസ്സിലായത് ആ ഒരു പോസ്റ്റയിൽ ഇതിൻ്റെ കൂടുണ്ട്, 2 കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു പേടി കൊണ്ടായിരിക്കാം അതെല്ലാത്തിനും ഇങ്ങനെ കൊത്തി ഓടിക്കുന്നത്. നമ്മൾ യാത്ര തിരിച്ചു കേട്ടോ. നമ്മളിപ്പോൾ മെയിൻ റോഡിലോട്ട് കയറി. ഇവിടെ നമ്മൾ ലെഫ്റ്റിലോട്ടാണ് പോകുന്നത്. റൈറ്റിലോട്ട് പോയാൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്കൂളിലോട്ട് പോകുന്ന റോഡാണ്. ഇവിടുന്ന് നമുക്ക് നമ്മുടെ ആ സ്റ്റോറിലോട്ട് എത്താനായിട്ട് ഒരു 20-25 മിനിറ്റത്തെ യാത്രയുണ്ട്. ഇവിടെ അടുത്ത് തന്നെ ഒരു സ്കൂളും ഉണ്ട്. ഇതാണ് ഇവിടുത്തെ ബസ് സ്റ്റാൻഡ്. അപ്പോൾ ഇടയ്ക്ക് വെച്ച് ഇറങ്ങി നമ്മുടെ കുഞ്ഞുങ്ങളുടെ യൂണിഫോം തയ്ക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിച്ചുകൊണ്ട് അച്ഛൻ വരികയാണ്. യൂണിഫോമൊക്കെ വാങ്ങിച്ചു. നമുക്കിനി അതിൻ്റെ ഈ ഒരു റൈറ്റിലോട്ടാണ് തിരിയേണ്ടത്. ഇതൊരു ഹൈവേ റോഡാണ്, ചെന്നൈ ഔട്ടർ റോഡാണ് കേട്ടോ. ഇതൊരു സീപോർട്ട് ഏരിയ ആണ്. അപ്പം പോർട്ടിലോട്ട് പോകുന്ന വണ്ടികളാണ് ഇത് മൊത്തം. ഞങ്ങൾ താമസിക്കുന്നത് മിഞ്ചൂർ കേശവപുരം എന്നൊരു സ്ഥലത്താണ് കേട്ടോ. അപ്പം മിഞ്ചൂറിൻ്റെ ഈ ഒരു ഏരിയ നമ്മൾ റൈറ്റിലോട്ട് തിരിയാണ്. അപ്പോൾ ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, വണ്ടാലോ എന്ന് പറഞ്ഞൊരു സ്ഥലത്തോട്ട് പോകാനുള്ളൊരു റോഡാണിത്. അതേപോലെ തന്നെ ചെന്നൈ ഔട്ടർ റിംഗ് റോഡ് ബിഗിൻസ് എന്നും ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മധുരയൊക്കെ പോകാനായിട്ടുള്ളൊരു ഹൈവേ റോഡാണിത്. അതേപോലെ നമ്മുടെ സ്റ്റോറിലോട്ട് പോകാനും ഇതേ റോഡിൽ കൂടെ തന്നെയാണ് നമുക്ക് പോകേണ്ടത്. നല്ല ഭംഗിയായിരുന്നു കേട്ടോ ആ ഒരു വ്യൂ കാണാനായിട്ട്. ഇവിടെ ഒരു സ്ഥലത്തിൻ്റെ ബോർഡുണ്ട് കേട്ടോ, ചെന്നൈ ടാഡ വണ്ടാലോ. ടാഡയാണോ താടയാണോ പ്രൊണൗൺസ് ചെയ്യുന്ന അറിയത്തില്ല, അറിയാവുന്നവർ കമൻറ്റ് ചെയ്യണേ. സോ ആ ഒരു സ്ഥലത്തോട്ടൊക്കെ പോകാൻ ഇതുവഴിയാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ സ്റ്റോറിലേക്ക് പോകുന്ന വഴിയിൽ കുറച്ച് കാഴ്ചകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് കാണാം കേട്ടോ.
അപ്പോൾ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ സ്റ്റോറ്, രേവതി സ്റ്റോഴ്സ് എന്നാണ് എൻ്റെ പേര്. അങ്ങനെ നമ്മൾ സ്റ്റോറിലോട്ട് കയറാൻ പോവാണ് കേട്ടോ. അപ്പം കയറുന്ന ഫസ്റ്റ് ഫ്ലോർ തന്നെ സാരി കളക്ഷൻസ് ആണ്. സാരി മാത്രമല്ല വേറെ പല 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 ഡ്രസ്സുകളുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയ നോക്കിയിട്ടേ ഇല്ല കേട്ടോ. നമ്മൾ ഈ ഒരു ഏരിയയിലോട്ട് കയറാതെ തന്നെ നമ്മൾ സെക്കൻഡ് ഫ്ലോറിലോട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് പാത്രങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് മേടിക്കാനായിട്ട് പോയത്. നമുക്ക് ഡ്രസ്സസൊന്നും കാര്യങ്ങളൊന്നും നമ്മൾ മേടിക്കാനായിട്ട് പോയില്ല. പക്ഷേ എന്നാലും നമ്മൾ ജസ്റ്റ് ചിലതൊക്കെ നോക്കി. അപ്പോൾ സെക്കൻഡ് ഫ്ലോറിലും അതേപോലെ തന്നെ ഡ്രസ്സസ് തന്നെയാണ്, നമ്മുടെ ഇന്നേഴ്സ് പിന്നെ ചുരിദാർസ് അങ്ങനെയുള്ള ഐറ്റംസ് ആണ്. അപ്പോൾ നമ്മൾ ആ ഏരിയ നമ്മൾ നോക്കിയില്ല, നമ്മൾ അടുത്ത തേർഡ് ഫ്ലോറിലോട്ട് പോവുകയാണ്. അപ്പോൾ തേർഡ് ഫ്ലോറിൽ നമ്മുടെ ജീൻസിൻ്റെ കളക്ഷൻസ്, ഷർട്ട് അങ്ങനെയുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പം കുറേ വില കുറവിനൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ജസ്റ്റ് നോക്കിയതേ ഉള്ളൂ. എല്ലാ സൈസിനുള്ളത് കൊണ്ട് ഇങ്ങനെ നമ്മൾ ഇതുപോലെ എഴുതി വെച്ചിട്ടുണ്ട് ഓരോരോ സൈസിനനുസരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടേക്കാണ് കൊടയും ബാഗും ബോക്സും പിന്നെ നമ്മുടെ ഹാൻഡ് ബാഗ്, ടിഫിൻ ബാഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം വേണ്ടതെല്ലാം ഇവിടുന്ന് തന്നെയാണ് വാങ്ങിച്ചത് നമ്മൾ. നാലാമത്തെ ഫ്ലോറിലോട്ട് പോവാണ് കേട്ടോ. അവിടെ നമ്മുടെ ഇവാനും പ്രിയപ്പെട്ട സ്ഥലമായിരുന്നു കേട്ടോ. അവർ ഓരോന്ന് ഇങ്ങനെ തപ്പി പറക്കാനായിട്ട് തുടങ്ങി. നമ്മളതൊക്കെ പതുക്കെ വേണ്ട എന്നുള്ള രീതിയിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവ കണ്ട് ഓരോന്ന് ഇങ്ങനെ പറക്കിയെടുക്കുന്നുണ്ട്. അതെന്ന് വെച്ചാൽ ഷെസ്വാൻ നൂഡിൽസ് ആയിരുന്നു കേട്ടോ, നല്ല എരിവുള്ള നൂഡിൽസ്. അവിടെ നിന്നെല്ലാം അങ്ങനെ ഓടി രക്ഷപ്പെട്ട് ഇങ്ങനെ മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. നമുക്ക് എന്ത് വേണമെങ്കിലും നമ്മുടെ അടുക്കളയിലോട്ടുള്ള A to Z സാധനങ്ങൾ അവിടെ ഉണ്ട്. ആ ഒരു ഫ്ലോറിൽ നിന്ന് നമുക്ക് വേണ്ട കുറച്ച് കാര്യങ്ങൾ എടുത്തിട്ട് നമ്മൾ അടുത്ത ഫ്ലോറിലോട്ട് പോകണം കേട്ടോ. നമുക്കിനി അടുത്ത ഫ്ലോറിലോട്ടാണ് നമ്മുടെ സാധനങ്ങളുള്ളത്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് ബാക്കിയുള്ള സാധനങ്ങൾ മേടിക്കാം. അതായത് കണ്ടില്ലേ, ഇത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന, അതായത് പാലും വെള്ളമൊക്കെ കൊടുക്കുന്ന ഒരു ഗ്ലാസ്സാണ് കേട്ടോ. അപ്പോൾ ഇത് അറ്റാച്ച് സ്ട്രോയും ഉണ്ട്. പക്ഷേ ഇത് എൻ്റെ അഭിപ്രായത്തിൽ അത്ര സേഫായിട്ടുള്ളൊരു കാര്യമല്ല. കാരണം സ്റ്റീലിൻ്റെ ആണ്. അപ്പോൾ കുഞ്ഞുങ്ങൾ അഥവാ ഒന്ന് പറഞ്ഞിടിച്ച് വീണാൽ അത് അവരുടെ വായ്ക്കകത്ത് കൊണ്ടുവരികയൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്.
നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ ബില്ലിംഗ് സെക്ഷനോട്ട് പോകണം കേട്ടോ. അപ്പോൾ ഇവിടെ ഓരോ ഫ്ലോറിലും ബില്ലിംഗ് സെക്ഷനുണ്ട്. അവിടെ നമ്മൾ ബില്ലടിച്ച് നമുക്ക് പാക്ക് ചെയ്ത് നമ്മുടെ കയ്യിൽ തരും കേട്ടോ. അങ്ങനെ ഇവിടുന്ന് ഒരു ബോട്ടിലും എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ്, ഒരു കുഞ്ഞു ഷോപ്പിംഗ് കഴിഞ്ഞ് നമ്മൾ ആ ഒരു സ്റ്റോറിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുകയാണ് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ ആ ഒരു സ്റ്റോറിൻ്റെ ഫ്രണ്ട് വ്യൂ. നല്ല രസമായിരുന്നു കാണാനായിട്ട്. ഫോട്ടോ എടുക്കാനായാലും അല്ലെങ്കിൽ അവിടെ നിൽക്കാനായാലും ഒക്കെ നല്ല രസമായിരുന്നു. രാത്രിയിലത്തെ ആ ഒരു വ്യൂ കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് പോവാണ്. പോകുന്ന വഴി കുറച്ചുകൂടെ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അത് കാണാമേ. അങ്ങോട്ട് കയറിയപ്പോൾ നല്ല വെളിച്ചമായിരുന്നു, തിരിച്ചിറങ്ങിയപ്പോൾ നല്ല ഇരുട്ടായി കേട്ടോ. നമ്മൾ അവിടോട്ട് കയറിയാൽ നമ്മുടെ സമയം പോകുന്നതേ അറിയത്തില്ല. അവിടെ നമ്മൾ നേരെ വന്ന് റിലയൻസ് മാർട്ടോടാണ്. റിലയൻസ് മാർട്ട് നമ്മുടെ വീടിനടുത്ത് തന്നെയാണ്, നമുക്ക് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. നമ്മളിവിടെ വന്ന എന്തിനാണെന്ന് വെച്ചാൽ റൈസ് വാങ്ങിക്കാനാണ്. നമ്മൾ പൊന്നി റൈസാണ് യൂസ് ചെയ്യുന്നത്. അത് ആ സ്റ്റോറിൽ സ്റ്റോക്ക് തീർന്നായിരുന്നു. ഞാൻ അരിയൊക്കെ വാങ്ങിച്ച് കൂടെ യോഗട്ടും ചീസൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ പോയത് കുഞ്ഞുങ്ങളുടെ മുടി വെട്ടിക്കാനാണ് കേട്ടോ. അപ്പോൾ ഇവാൻ്റെ മുടി വെട്ടുന്ന കണ്ടപ്പോൾ ഇവായ്ക്കും ഒരാഗ്രഹം. അങ്ങനെ ഇവാടെ മുടി വെട്ടിച്ചു. അതിൻ്റെ കൂടെ അച്ഛൻ്റെ മുടിയും കൂടെ ഷേപ്പ് ചെയ്ത് കേട്ടോ. അപ്പം നാട്ടിൽ നിന്ന് വന്നിട്ട് കുഞ്ഞുങ്ങളുടെ മുടിയൊന്നും വെട്ടിയിട്ടില്ലായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ നമ്മുടെ അന്നത്തെ പരിപാടി ഏകദേശം ഒതുങ്ങി കേട്ടോ. ക്ഷീണിച്ച് അവശയായപ്പം ഒരു ഗോലി സോഡ വാങ്ങിച്ച് കുടിച്ചു. പിന്നെ വീട്ടിൽ പോയി കഷ്ടപ്പെടാൻ വയ്യാത്തതുകൊണ്ട് കടയിൽ നിന്ന് പാഴ്സലിൽ പൊറോട്ടയും ചിക്കനും വാങ്ങിച്ച് നേരെ വീട്ടിലോട്ട് വിട്ടു. വീട്ടിൽ പോയി പൊറോട്ടയൊക്കെ കഴിച്ച് സുഖമായി കിടന്നുറങ്ങി കേട്ടോ. അങ്ങനെ ഇന്നത്തെ എൻ്റെ കുട്ടി വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയോട് ജോയിൻ ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു സോ മച്ച്.